അമ്മിയമ്മേ തുമ്പടി വന്നു. കൃഷ്ണവിലാസം ബഹിർദമല്ല, വലിയ വെടി ചെറിയ വെടി. കണ്ടില്ലേ? കണ്ടു. ഇതാണ് യഥാർത്ഥ കോപ്പർ. സ്വർണ്ണമാണെന്ന് കരുതിയിരുന്നവർ ഇനി ഈ കോപ്പറിനെ കണ്ട് തിരിച്ചറിഞ്ഞോളൂ. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നല്ല മനുഷ്യനാ, ഒരു നെറ്റ് ലൂസാ, പേടിക്കൊന്നും വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. കണ്ടില്ലേ? ഒരു പാവപ്പെട്ട ഒരു മുതിർന്ന മനുഷ്യനാണ്. ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ ഇവൻ പഴയ നക്കി സ്വഭാവം കാണിക്കും. ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കി മുഖത്തൊന്ന് ചിരിക്കാൻ മനസ്സില്ലാത്ത, വേറൊന്നും കണ്ടില്ലെങ്കിലും ഒരു പെണ്ണ് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കിളവന് നന്നായിട്ട് കാണാം. ആ മാനുഷിക മുഖമുള്ള വ്യക്തി നാട്ടുകാരെ മുഴുവൻ സേവിച്ച്, ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴയൊന്നല്ല, ഇവൻ തന്നെ. കണ്ടില്ലേ? കോപ്പറിന്റെ പിതാവിന്റെ പ്രായം വരും. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് കാണിച്ച പ്രവർത്തനമാണ്. പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ, നശിച്ച് നാറാണക്കല്ലെടുക്കും. തിരിഞ്ഞു നോക്കാനോ എന്തുണ്ട് എന്നൊരു സ്നേഹഭാവത്തിൽ ചോദിക്കാനോ മനസ്സില്ലാത്ത അത്ര വൃത്തിയായിട്ടവനാണ്. എനിക്ക് ഇവനെ ചതുർത്ഥിയാണ് കാണുന്നത്. ഈ മഹാനാണ് മനുഷ്യത്വത്തിന്റെ നിറകുടം എന്ന് പറഞ്ഞത്. ചെറ്റയിൽ പരമചെറ്റ. ഇതാണ് യഥാർത്ഥ സ്വഭാവം. യഥാർത്ഥ മാടമ്പി എന്താണെന്ന് ആ ദൃശ്യം കാണിക്കുന്നില്ലേ? ഞാൻ വിചാരിച്ച ഞാൻ മാത്രമേ കിഴങ്ങനായിട്ടുള്ളൂ. അവൻ എന്നെ കട്ടിയില്ല കിഴങ്ങ. ഒന്ന് തൊടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അരോചകമായിട്ടുള്ള മനോഭാവം കാണുന്നില്ല. എന്തോ ശരിയാ, ഞാനും കള്ളൻ പറഞ്ഞേക്കാന്നല്ലാതെ ഒരു കള്ളനെ ജീവനോടെ നേരിട്ടാണ് ഇന്ന് ആദ്യമായിട്ടാ. അദ്ദേഹത്തിന് ഈ ഭക്തിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ ഇരിക്കുന്ന ആളാണ്. ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് സാർ, അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയിക്കൊള്ളാം. അദ്ദേഹം എന്തായാലും ഒരു സവർണനല്ല. അതുകൊണ്ട് ആ തൊടുന്നതിൽ അദ്ദേഹത്തിനുള്ള ഒരു അസംതൃപ്തിയാണ് ആ കാണുന്നത്. താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാ. ബ്രാഹ്മണനായി ജനിക്കാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ രാജാവാണെന്ന് സ്വയം ധരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒക്കെ ഒരു ധാരണ. ഇതൊക്കെ വല്ലാത്ത അസംതൃപ്തി ഉണ്ടാക്കുന്നേ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഞാൻ. മിന്നുന്നതെല്ലാം പൊന്നാണെന്നങ്ങ് കരുതിക്കളയരുതെന്ന് ചിലരോട് പറയാനുള്ളതാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, an ass is but an ass though he carries gold. എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത തന്നെ എന്ന്. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ